അവിടെയുള്ള പരിസരവും വേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയനുസരിച്ച് മാറ്റാൻ പറ്റും. ഇതിനുള്ളിൽ പൂട്ടിക്കിടക്കുന്ന സമയത്തിനും കാലത്തിനും സ്ഥലത്തിനും അപ്പുറം സഞ്ചരിക്കാൻ കഴിവുള്ള അപാരമായ ഒരു ഊർജം, ഒരു സൂക്ഷ്മ ശരീരം, ആസ്ട്രൽ ബോഡി നമുക്കുണ്ട്. നമ്മുടെ ആത്മാവിന്റെ യാത്രയാണോ? പക്ഷെ അപ്പൊ തുറക്കുന്നത് കണ്ണുകളല്ല, നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾ രാത്രിയിൽ വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങാണ്. പെട്ടെന്ന് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു. പക്ഷെ അപ്പൊ തുറക്കുന്നത് കണ്ണുകളല്ല, നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾ മുകളിലേക്ക് ഉയർന്നുയർന്നു പോവുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ശരീരം ബെഡിൽ അനങ്ങാതെ കിടക്കുന്നു. നിങ്ങൾ ആ മുറിയിലൂടെ ഒഴുകി നടക്കുന്നു, ഭിത്തി തുളച്ച് പുറത്തു പോകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. ഇതാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി കോടിക്കണക്കിന് ആളുകൾ അനുഭവിച്ചറിഞ്ഞു എന്ന് പറയുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. എന്താണ് സത്യത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ? നമ്മുടെ ആത്മാവിന്റെ യാത്രയാണോ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ ഇല്യൂഷൻ ആണോ? മനുഷ്യന് പ്രധാനമായും 2 ശരീരങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ ബോഡിയും പിന്നെ അതിനപ്പുറം ഒരു ആസ്ട്രൽ ബോഡി. ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ബോധം അല്ലെങ്കിൽ ആത്മാവ് അടങ്ങിയ അദൃശ്യ ശരീരം, സട്ടിൽ ബോഡി. സാധാരണയായി നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മുടെ ഈ 2 ശരീരങ്ങളും ഒന്നിച്ചു ചേർന്നിരിക്കും. എന്നാൽ ചില പ്രത്യേക മാനസികാവസ്ഥകളിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ നമ്മുടെ ഭൗതിക ശരീരത്തെ ബെഡിൽ കിടത്തിക്കൊണ്ട് ആസ്ട്രൽ ബോഡിക്ക് പുറത്തു കിടക്കാൻ പറ്റും. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന നമ്മുടെ ആസ്ട്രൽ ബോഡിക്ക് ഭൗതിക ലോകത്തെ അതിരുകൾ ബാധകമല്ല. ഭിത്തികളോ സമയമോ സ്ഥലങ്ങളോ കാലങ്ങളോ ഒന്നും അതിന് ബാധകമല്ല. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും അതിന് സഞ്ചരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഡൈമെൻഷനിലേക്ക് പോലും യാത്ര ചെയ്യാം. പുരാതന ഈജിപ്തിൽ ഇതിനെ കാ എന്നും ബാ എന്നും വിളിച്ചിരുന്നു. ഇന്ത്യൻ തത്വചിന്തകളിൽ സൂക്ഷ്മ ശരീര യാത്രയെ കുറിച്ച് പണ്ടേ പറയുന്നുണ്ട്. ഒരാൾ ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് അനുഭവപ്പെടുക? അനുഭവസ്ഥര് പറയുന്നതനുസരിച്ച് ഇതിന് പ്രധാനമായി 4 ഘട്ടങ്ങളാണുള്ളത്. ഡീപ് റിലാക്സേഷൻ ഫേസ്, അതീവ ശാന്തത. ശരീരം പൂർണ്ണമായും ഉറക്കത്തിലേക്ക് വീഴുന്നു, എന്നാൽ മനസ്സ് യാതൊരു വിഭ്രാന്തിയും ഇല്ലാതെ പൂർണ്ണ ബോധത്തോടെ ഉണർന്നിരിക്കുന്നു. 2 ദ വൈബ്രേഷണൽ സ്റ്റേജ്. ഇതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഘട്ടം. ശരീരത്തിൽ ഉടനീളം ഒരു കറന്റ് അടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ശക്തമായ വൈബ്രേഷനോ ഒക്കെ അനുഭവപ്പെടും. കാതുകളിൽ ഒരു പ്രത്യേകതരം ഇരമ്പൽ ശബ്ദമോ കേൾക്കാം. 3ാമത്തെ ഘട്ടമാണ് സെപ്പറേഷൻ അഥവാ വേർപിരിയൽ. ശരീരം ഒട്ടും ഭാരമില്ലാതെ തോന്നുകയും റോക്കറ്റ് ഉയരുന്നത് പോലെ മുകളിലേക്ക് ഉയർന്നോ അല്ലെങ്കിൽ ബെഡിൽ നിന്ന് വശങ്ങളിലേക്ക് തെറിച്ചോ പോകുന്നതായി തോന്നും. ദ സിൽവർ കോഡ്. ആസ്ട്രൽ ട്രാവൽ ചെയ്ത പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ആസ്ട്രൽ ബോഡിയെയും ഫിസിക്കൽ ബോഡിയെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിൽവർ കോഡ്, ഒരു വെള്ളി നൂൽ അല്ലെങ്കിൽ ഒരു പ്രകാശ നൂലിഴ ഉണ്ടാവുമെന്ന്. ഇത് മുറിയുന്നത് വരെ അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല. അവർക്ക് തിരിച്ചു ശരീരത്തിലേക്ക് കയറാൻ പറ്റും. പലരും തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് ലൂസിഡ് ഡ്രീമിങ്ങും ആസ്ട്രൽ പ്രൊജക്ഷനും ഒന്നാണോ എന്ന്. ലൂസിഡ് ഡ്രീമിംഗിൽ നിങ്ങൾ സ്വപ്നം കാണുകയാണ്, നിങ്ങൾ ആ സ്വപ്നത്തിലാണെന്ന് നിങ്ങൾക്ക് തികഞ്ഞ ബോധ്യമുണ്ടാകും. അവിടെയുള്ള പരിസരവും വേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയനുസരിച്ച് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് പറക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം, കൊട്ടാരങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ആസ്ട്രൽ പ്രൊജക്ഷനിൽ നിങ്ങൾക്ക് പരിസരം മാറ്റാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് യാതൊരു കൺട്രോളും ഉണ്ടാവില്ല, അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. സ്പിരിച്വൽ ഗുരുക്കൾ പറയുന്നത് ഇത് നിങ്ങൾ ഒരു ഗുരുവിന്റെ സഹായമോ അല്ലെങ്കിൽ കൃത്യമായ നിയന്ത്രണമോ ഇല്ലാതെ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അമിതമായ പേടിയും സ്ലീപ്പ് പാരാലിസിസും ഉണ്ടാകാം. ഇതുവരെ കണ്ടിടത്തോളം ലോകത്തിലെ ഏറ്റവും ദുരൂഹത പിടിച്ച സാധനം നമ്മുടെ മനസ്സും ബോധവും ഒക്കെ തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ഈ മാംസവും ബ്ലഡും ഒക്കെ ഉള്ള നമ്മുടെ ശരീരം ജസ്റ്റ് ഒരു ഡ്രസ്സ് പോലെയാണ്. ഇതിനുള്ളിൽ പൂട്ടിക്കിടക്കുന്ന സമയത്തിനും കാലത്തിനും സ്ഥലത്തിനും അപ്പുറം സഞ്ചരിക്കാൻ കഴിവുള്ള അപാരമായ ഒരു ഊർജം, ഒരു സൂക്ഷ്മ ശരീരം, ആസ്ട്രൽ ബോഡി നമുക്കുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അറിയാതെയും ഒക്കെ നമ്മുടെ ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടാവാം. എന്നാൽ നമ്മുടെ പൂർണ്ണ ബോധത്തോടെ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ മോചിപ്പിച്ച് പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്ന പ്രതിഭാസത്തെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സയൻസിന്റെ തർക്കങ്ങൾക്കപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ആചാര്യന്മാരും ഗുരുക്കന്മാരും യോഗികളും സിദ്ധന്മാരും ഒക്കെ രഹസ്യമായി സൂക്ഷിച്ച ആസ്ട്രൽ പ്രൊജക്ഷൻ നമ്മുടെ യോഗിമാർ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ആസ്ട്രൽ ബോഡിയിലേക്ക് ബോധത്തെ മാറ്റി പ്രതിഷ്ഠിച്ച് ഹിമാലയത്തിലും പ്രപഞ്ചത്തിന്റെ മറ്റു തലങ്ങളിലും ഒക്കെ സഞ്ചരിച്ചിരുന്നു. പരകായ പ്രവേശം എന്ന സിദ്ധിയുടെ പ്രാഥമിക രൂപമാണിത്. പുരാതന ഈജിപ്തുകാർ മനുഷ്യന്റെ ആത്മാവിനെ 2 ഭാഗമായി കണ്ടു. ക അതായത് ഫിസിക്കൽ ബോഡി, ബ അതായത് ആസ്ട്രൽ ബോഡി. ഒരാൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആഴത്തിലുള്ള ട്രാൻസ് അവസ്ഥയിലോ ബായ്ക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് പറന്നുയരാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. റെഡ് ഇന്ത്യൻ ആദിവാസികളും ശാമന്മാരും പ്രത്യേക ആത്മീയ അനുഷ്ഠാനങ്ങളിലൂടെ ആസ്ട്രൽ ലോകത്തേക്ക് കടന്ന് അവിടെയുള്ള ആത്മീയ വഴികാട്ടികളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നു. ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ആസ്ട്രൽ ബോഡി എവിടേക്കാണ് പോകുന്നത്? സ്പിരിച്വാലിറ്റി അനുസരിച്ച് ആസ്ട്രൽ ലോകത്തിന് 3 തലങ്ങൾ അല്ലെങ്കിൽ 3 ഡയമെൻഷൻ ഉണ്ട്. ദ ഫിസിക്കൽ ആസ്ട്രൽ ലെവൽ, ഭൗതിക തലം. ഇത്
നമ്മൾ ജീവിക്കുന്ന ലോകത്ത് തന്നെയാണ്. നമുക്ക് ഭിത്തിയിലൂടെ നടക്കാം, നമ്മുടെ വീട് കാണാം, സുഹൃത്തുക്കളെ കാണാം. നമുക്ക് അവരെ കാണാൻ പറ്റുമെങ്കിൽ അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. നിങ്ങളുടെ വൈബ്രേഷൻ ഭൗതിക ലോകത്തിന്റേതിനേക്കാൾ ഉയർന്നതായതുകൊണ്ടാണത്. ഹയർ ആസ്ട്രൽ പ്ലെയിൻ, ഉയർന്ന ആത്മീയ തലം. ഇവിടേക്ക് കടക്കുമ്പോൾ പ്രകാശവും സമാധാനവും മാത്രമായിരിക്കും. അതിസുന്ദരമായ നിറങ്ങൾ, ഈ ലോകത്ത് കേട്ടിട്ടില്ലാത്തതായ സംഗീതം. നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാണെങ്കിൽ മാത്രമേ ഈ തലത്തിലേക്ക് കടക്കാൻ പറ്റൂ. ലോവർ ആസ്ട്രൽ പ്ലെയിൻ, ഇത് കുറച്ച് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഇടമാണ്. നെഗറ്റീവ് എൻറ്റിറ്റീസ് വസിക്കുന്ന ഇടമാണിത്. ഒരാള് അമിതമായ പേടിയോടെയോ വിഷാദത്തോടെയോ സങ്കടത്തോടെയോ ഒക്കെ ആസ്ട്രൽ ട്രാവൽ ചെയ്തു കഴിഞ്ഞാൽ അവർ ഈ തലത്തിലേക്കായിരിക്കും ആകർഷിക്കപ്പെടുക. സിൽവർ കോഡ് ആൻഡ് ചക്രാസ്. ആസ്ട്രൽ പ്രൊജക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സിൽവർ കോഡും ചക്രാസും. നമ്മുടെ ശരീരത്തിലെ 7 പ്രധാന ആത്മീയ ചക്രങ്ങളിലെ 2 എണ്ണമാണ് ആസ്ട്രൽ ട്രാവലിന് സഹായിക്കുന്നത്. ഒന്ന് ആജ്ഞാചക്രം, അതായത് നമ്മുടെ തേർഡ് ഐ. 2 ഹേർട്ട് ചക്ര, അനാഹത ചക്ര. നമ്മുടെ ഹാർട്ട് ചക്ര ഉണരുമ്പോൾ മാത്രമാണ് പേടിയില്ലാതെ ധൈര്യത്തോടെ ആസ്ട്രൽ പ്ലെയിനിൽ നമുക്ക് നിൽക്കാൻ പറ്റുക. പുണ്യഗ്രന്ഥങ്ങളിലും തിയോസഫിയിലും എടുത്തു പറയുന്ന സിൽവർ കോഡ് എന്താണ്? നിങ്ങളുടെ ഭൗതിക ശരീരത്തെയും നിങ്ങളുടെ ആസ്ട്രൽ ബോഡിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന അദൃശ്യമായ വെള്ളി നൂലാണിത്. നിങ്ങൾ പ്രപഞ്ചത്തിൽ എത്ര അകലേക്ക് പോയാലും ഈ വെള്ളി നൂൽ നിങ്ങളുടെ ഭൗതിക ശരീരവുമായി നിങ്ങളെ കണക്ട് ചെയ്ത് നിർത്തും. നിങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് തിരികെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ നിമിഷം ഒരു റബ്ബർ ബാൻഡ് വലിച്ചുവിടുന്നത് പോലെ ഈ സിൽവർ കോഡ് നിങ്ങളെ നിങ്ങളുടെ ഭൗതിക ശരീരത്തിലേക്ക് തിരികെ കൊണ്ടെത്തിക്കും. നമ്മുടെ മരണസമയത്ത് മാത്രമാണ് ഈ സിൽവർ കോഡ് എന്നേക്കുമായി മുറിഞ്ഞു പോകുന്നത്. ഒരു വ്യക്തി പൂർണ്ണ ബോധത്തോടെ ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കുന്നത്? എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നസ്. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ശരീരം ഭാരമില്ലാത്തതായി മാറും. തുടക്കത്തിൽ നമ്മുടെ കാതുകളിൽ വലിയൊരു ഇരമ്പലോടെ പ്രപഞ്ചത്തിന്റെ വൈബ്രേഷൻ കേൾക്കാം. ഓവർകമ്മിങ് ഫിയർ. വൈബ്രേഷൻ കൂടുമ്പോൾ പലരും പേടിച്ചുണരാറുണ്ട്. എന്നാൽ ഈ പേടിയെ മറികടന്ന് ഞാനിപ്പോൾ ശരീരമല്ല ആത്മാവാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. 360 ഡിഗ്രി വിഷൻ. നമ്മുടെ ഈ ഭൗതിക കണ്ണുകൾ കൊണ്ട് നമുക്ക് മുന്നിലേക്ക് മാത്രമേ കാണാൻ പറ്റൂ. എന്നാൽ നിങ്ങൾ ആസ്ട്രൽ ലോകത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മുന്നിലും പിന്നിലും മുകളിലും താഴെയും ഒക്കെ കാണാൻ പറ്റും. 360 ഡിഗ്രി കാഴ്ച. തോട്ട് സ്പീഡ്. അവിടെ നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹിമാലയം കാണണം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ അവിടെ ആയിരിക്കും. ആസ്ട്രൽ ലോകത്ത് സഞ്ചാരം നടക്കുന്നത് നിങ്ങളുടെ ചിന്തയുടെ വേഗത്തിലായിരിക്കും. ഇനി ഏറ്റവും വലിയ ചോദ്യം, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഇത് സുരക്ഷിതമാണോ? ആത്മീയ ആചാര്യന്മാർ പറയുന്നത് ആസ്ട്രൽ ട്രാവൽ ചെയ്യുന്നതിന് മുൻപ് മനസ്സ് പൂർണ്ണമായും ശാന്തവും ഭയരഹിതവുമായിരിക്കണമെന്നാണ്. ധ്യാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചുറ്റും ഒരു വൈറ്റ് ലൈറ്റ് ഷീൽഡ് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അമാനുഷിക ശക്തികൾ കാണിക്കലല്ല, മറിച്ച് സെൽഫ് റിയലൈസേഷൻ ആണ്. അവനവനെ തിരിച്ചറിയലാണ്, സ്വന്തം ആത്മാവിനെ തിരിച്ചറിയുന്നതാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു യാത്രയിലെ ചെറിയൊരു വാതിൽ മാത്രമാണ്. നമ്മൾ കേവലം ഭൗതിക അനുഭവങ്ങൾ തേടിയ ആത്മാക്കളല്ല, മറിച്ച് ആത്മീയ അനുഭവങ്ങൾ തേടുന്ന പ്രപഞ്ച ഊർജത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ അടച്ചുപൂട്ടിയെന്ന് കരുതുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ അതിരുകൾക്കപ്പുറം നിങ്ങളെ കാത്ത് വിശാലമായ മറ്റൊരു പ്രപഞ്ചം കിടപ്പുണ്ട്. അതിലേക്ക് കടക്കുന്ന വാതിലാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ കണ്ണുകൾ കാണുന്നത് ഈ ലോകത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗം മാത്രമാണ്. എന്നാൽ നമ്മൾ കണ്ണുകൾ അടച്ചു മനസ്സിനെ തുറക്കുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സത്യങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങുന്നത്.